ഇന്നലെ പ്രൊമോയിൽ ജാസ്മിൻ രണ്ട് കൈയും യൂസ് ചെയ്തുകൊണ്ട് നട്ടുകൾ അടുക്കുന്ന കാണിച്ചു. അതിനകത്ത് ലാലേട്ടൻ ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നേരം മുമ്പ് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളിൽ ഞാൻ വന്ന് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തതിൽ ആദ്യം ബിഗ് ബോസ് ജാസ്മിനോട് രണ്ട് കൈ യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ ലാലേട്ടൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല. എനിക്ക് ഒത്തിരി പേര് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്യമായപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു, അതെന്തുകൊണ്ട് കാണിച്ചില്ല, ജാസ്മിനെ സേവ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കാതിരുന്ന സംഭവമാണോ അത്? അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അതിന് എനിക്കൊരു ഉത്തരം പറയാനുള്ളത്, ഇത് ഒന്ന് ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്ത സാധനമായിരിക്കും. ഇതുപോലെ സീസൺ 5 നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പ്രൊമോ കാണിച്ചിട്ട് പ്രൊമോക്കകത്തുള്ള പലതും എപ്പിസോഡിൽ വരാതിരുന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഇൻസിഡൻ്റ് ആണ് നമ്മുടെ ചലഞ്ചേഴ്സ് റോബിനും രജിത്തും കയറിയപ്പോൾ സാഗർ രാത്രി പണം തട്ടിപ്പറിക്കുന്നതൊക്കെ ലൈവിൽ പ്രൊമോയിൽ കാണിച്ചിരുന്നു. പക്ഷേ അതൊന്നും എപ്പിസോഡിൽ വന്നില്ല. രാത്രി ചെറിയ രീതിക്ക് അന്ന് തട്ടിവിട്ടു. നല്ല ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. പൈസ തട്ടിപ്പറിക്കുന്നുണ്ടല്ലോ സാഗർ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വഴക്ക് അവിടെ രാത്രി നടക്കുന്നത് ലൈവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എപ്പിസോഡിൽ വന്നില്ല. അതുപോലെ തന്നെയാണ് ഇതും കാണുന്നത്. ഇതിനെ വലിയ സംഭവമാക്കി നമ്മൾ മാറ്റാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതുപോലെ പല ഇൻസിഡൻറ്റും ഈ സീസൺ 6 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് കളഞ്ഞുകൊണ്ട് നിസ്സാര സാധനങ്ങളായിരുന്നു. ഇത് ഈ പറഞ്ഞ കണക്ക് റൂള് തെറ്റിച്ച് തന്നെയാണ് കളിച്ചത്. അപ്പോൾ ലാലേട്ടൻ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട്. ആദ്യം ബിഗ് ബോസ് 2 തവണ വാൺ ചെയ്തിട്ട് കേട്ടില്ല. അപ്പോഴാണ് ലാലേട്ടൻ വാൺ ചെയ്തത്. അത് ഞാൻ ഓൾറെഡി അറിഞ്ഞതാണ്. ഞാൻ കുറച്ച് നേരം മുമ്പ് അപ്ഡേറ്റ് ചെയ്തതാണ്. ഇന്നലെ പ്രൊമോയിലും ആ സാധനം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ഓഫ് ബിഗ് ബോസ് സീസൺ 6 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആരൊക്കെയാണ്? ജാസ്മിൻ ജാഫർ, അഭിഷേക് ശ്രീകുമാർ, നന്ദന, സിജോ, സായി, ജിൻഡോ, അർജുൻ ശ്യാം ഗോപൻ, ശ്രീതു, ഋഷി, നോറ. അങ്ങനെ സീസൺ 6 10 കണ്ടസ്റ്റൻസ്, ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ആണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഈ ടോപ്പ് 10? ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ടോപ്പ് 10 വരാൻ എനിക്ക് അർഹത ഇല്ല എന്ന് തോന്നിയിട്ടുള്ള 1-2 പേരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് 8 വരാനായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അതുപോലെ ടോപ്പ് 14 പോകാൻ ചാൻസസ് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് 10 എന്തായാലും പറഞ്ഞൊരു കാര്യമല്ല, നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ഇവരാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ ആദ്യം വന്നിട്ട് എന്തോ ഒരു കാര്യം ഇവരോട് ചോദിക്കാൻ വരുന്നു. കഠിനാധ്വാനം കൊണ്ട് ഇവിടെ ആരാണ് എത്തിയത്, ലക്ക് കൊണ്ട് ഇവിടെ ആരാണ് എത്തിയെന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സംഭവം ചോദിക്കാനാണ് വരുന്നത്. അതിന് മുന്നേ ആദ്യം ഇവരുടെ ടിക്കറ്റിന് പിന്നാലെയുടെ കാര്യം പറയാൻ വരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ സംഭവം മിക്സായി പോകുന്നു. ലാലേട്ടന് തന്നെ എന്താ പറയാൻ വന്നതെന്ന് ഓൾറെഡി മറന്ന് വേറൊരു ടോപ്പിക്ക് കയറിപ്പോയി. എന്തൊക്കെ പിച്ചും പേയും ആണോ എന്തോ. ആദ്യത്തെ പരസ്യത്തിന് മുന്നേ വരെ നടന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് വന്നിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാകെ മിക്സ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് കിട്ടിയത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തോ കുറച്ച് നേരം മുമ്പായിട്ട് വീഡിയോയിൽ. അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് തന്ന സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിരുന്നു. കാരണം ഈ പറയുന്ന കണക്ക് അതിനകത്ത് നടക്കുന്നത് കൊളാഷായിട്ടാണ്. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ലൈവിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ എന്താണ് ആ സാധനം എന്ന് പറഞ്ഞുതരാം. ഇന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനാണ്. ഇന്ന് മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ കർട്ടൻ ടാസ്കിൽ എനിക്ക് അവിടെ തോന്നിയൊരു കാര്യമാണ്. നോറ ആദ്യം എനിക്ക് ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് സിജോയെ മനഃപൂർവ്വം ലാലേട്ടൻ പൊക്കിയിട്ട് സിജോയ്ക്ക് ആരടുത്തെങ്കിലും സംസാരിക്കണോ, അപ്പോൾ എനിക്കോ അങ്ങനെ എനിക്ക് നോറയോട് സംസാരിക്കണം, അത് ലാലേട്ടൻ എനിക്കത് അഭിഷേകിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. ലാലേട്ടൻ എന്ത് പറഞ്ഞു കൊടുക്കുന്ന? ഞാനൊന്ന് ചോദിക്കട്ടെ, മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്ന 2 പേരെ പിടിച്ചിട്ട് അടിയാക്കേണ്ട കാര്യം എന്താണ്? അവർക്കിപ്പം എൻ്റെ അടുത്ത് ചോദിക്കണം, അൻസിഫിന് ആരത്തേലും സംസാരിക്കണോ, എനിക്ക് അവരുടെ സംസാരിക്കണം, ഓക്കെ ദാറ്റ്സ് ഫൈൻ. ബട്ട് ലാലേട്ടൻ നിനക്ക് എന്തോ ഉണ്ട് പറയാൻ, പറ എന്നുള്ള ലെവലിൽ വിളിച്ചില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിജോയ്ക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ സിജോ പറയൂ. അത് ഇത് ലാലേട്ടൻ വിളിച്ചിട്ട് അഭിഷേകിൻ്റെ അടുത്ത് സിജോക്ക് സംസാരിക്കാനുണ്ടല്ലേ, അപ്പോൾ സിജോ അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പോവാം, എനിക്ക് ഓക്കെ കുഴപ്പമൊന്നുമില്ല, ആ ലെവൽ. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് വേറെ ആർക്കും അങ്ങനെ ചോദിച്ചില്ല. ഈ പറയുന്ന സിജോയുടെയും അഭിഷേകിൻ്റെയും കേസ് മാത്രം. ഇതിനിടയിൽ അവർക്കൊരു ടാസ്ക്, ഭാഗ്യം കൊണ്ടെത്തിയത് ആരാണ്, ഹാർഡ് വർക്ക് കൊണ്ടെത്തിയത് ആരാണ്? അത് ലാലേട്ടനാണ് ഇവരെ തമ്മിൽ തല്ലിക്കണമെന്ന്. ലാലേട്ടനിൽ നിന്ന് തല്ലിക്കുന്ന മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു ഇവർ. കാരണം ഇനി ഞാൻ പറയട്ടെ, ഇത്രയും നാൾ വരെ തല്ലിക്കാമായിരുന്നു. ഇത്രയും നാൾ വരെ തല്ലിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ഇത് ദിവസം 79ആയി.
അല്ല 77 ഈ 77 തല്ലിച്ചിട്ട് കാര്യമില്ല ലാലേട്ടാ, ഇത് ഓടൂല. കാരണം ടിക്കറ്റ് ടു ഫിനാലെ നടക്കുകയാണ്, ആളുകൾ അതിൻ്റെ പിറകെയാണ്. അതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി നമുക്ക് അടി കാണണ്ട, നമുക്ക് അടി കാണാനുള്ള ടൈം കഴിഞ്ഞ്. അത് ഇന്നലെ വരെ, ഇന്ന് മുതൽ നമ്മൾ അടിയല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ, ഇനി അതിൻ്റെ ഗെയിം സ്പിരിറ്റ്, പിന്നെ വീട്ടിൽ അതിന് ശേഷം വരുന്ന പണപ്പെട്ടി, എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി, ആ സാധനങ്ങൾ, ടോപ്പ് 6 ടോപ്പ് 7, അതൊക്കെയാണ് നമുക്കിനി അടി കാണണ്ട. അടി ഇനി നിങ്ങൾക്ക് കാണണോ? തീർന്ന്. സീസണിൻ്റെ അടി കാണാനുള്ളത് ഒരു 20 ഡേയ്സ് മുതൽ ഒരു 70 ഡേയ്സ് വരെയാണ്. അത് തീർന്നു, ആ ടൈമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷം എവിക്ഷനാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അൻസിബയാണ് എവിക്റ്റ് ആയത്. എവിടെ പോയി അന്തംസ്? അൻസിബ എവിക്റ്റ് ആവത്തില്ല, വീഡിയോ പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞവരോട് ഹാജരാവണം. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലാലേട്ടൻ്റെ മെയ് 26-ാം തീയതിയിലെ ഡേ 77 വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് ടിക്കറ്റ് ഫിനാലെ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരടുത്ത് ഭാഗ്യത്തിനെയും ലക്കിനെയും കുറിച്ചൊക്കെ ചോദിക്കണം. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആരാണ് എത്തിയത്, ഭാഗ്യം കൊണ്ട് ആരാണ് എത്തിയത് എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സ്ക്രീനിൽ വരുന്നു. എന്താണ് ടിക്കറ്റ് ഫിനാലെ എന്നോട് ആർക്കെങ്കിലും അറിയാമോ? ടിക്കറ്റ് ഫിനാലെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകണം. എന്താണ് ടിക്കറ്റ് ഫിനാലെ? അപ്പോൾ അൻസിബ് പറയുകയാണ്, അത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5 ഇപ്പം ഈ മത്സരം നടത്തി ജയിക്കുന്ന ഒരാൾ ഡയറക്റ്റ് ടോപ്പ് 5 വരും. അയാൾക്ക് പിന്നെ ഒരു എവിക്ഷനും താണ്ടണ്ട, അവസാനം മാത്രം നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ സായി വരണം. അങ്ങനെയല്ല, 14th വീക്കിലേക്കാണ് എത്തുന്നത്, ടോപ്പ് 5 ഒക്കെ പിന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ഈ സാധനമാണ് ചോദിക്കുന്നത്, ടിക്കറ്റ് ഫിനാലെ എന്താണെന്നാണ് ചോദിക്കുന്നത്. രണ്ടുപേരും രണ്ട് മറുപടി പറയുന്നു. ലാലേട്ടൻ അതിനൊരു ഉത്തരവും കൊടുക്കുന്നില്ല, അതിനൊരു കൺക്ലൂഷനും കൊടുക്കുന്നില്ല, ഒന്നും. അവിടെ പറഞ്ഞ തെറ്റാണെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം പെട്ടെന്ന് ലാലേട്ടൻ. ജിൻഡോ എന്ന് പറഞ്ഞാൽ ജിൻഡോ അടുത്ത് ടിക്കറ്റ് ഫിനാലെ എന്താണെന്ന് ചോദിക്കാനാണെന്ന്. ജിൻഡോ അതില്ലേ, ജിൻഡോ ജാസ്മിനെ ഫയർ ആക്കിയത് ജിൻഡോ ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് കയറുവാണ്. ഇത് ഏത് ടോപ്പിക്കാണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പം ജാസ്മിൻ, അത് ലാലേട്ടൻ എനിക്ക് താല്പര്യമില്ല ഈ പറയുന്ന കണക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ. എനിക്ക് എനർജി കയറിയത് ഫാമിലി വീക്ക് വന്നതിന് ശേഷമാണ് ലാലേട്ട, അല്ലാതെ ജിൻഡോ കാക്ക പറയും പോലെ അല്ല. അപ്പോൾ ജിൻഡോ അല്ല, എനിക്ക് ജാസ്മിൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ പ്രതികരിക്കാത്തൊരു ജാസ്മിന് ആവശ്യമില്ല, പ്രതികരിക്കുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യം. ഗബ്രി പോയതിനു ശേഷം അങ്ങനെ ഒരാളെ ഇപ്പോൾ കണ്ട് വരുന്നുണ്ട്, പക്ഷേ അതിലൊരു കുറവുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1 hour ഉണ്ട്, അതിൻ്റെ ഇടയിൽ വല്ല സംസാരിച്ചാണ്, അത് വല്ലതും ആയിരിക്കും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതെന്താണെന്ന്. അപ്പോൾ അൻസിബ, അത് ജിൻഡോ ജാസ്മിനെ ഫയർ ആക്കാൻ വേണ്ടി അഡ്വൈസ് കൊടുത്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ, അൻസിബയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞോ ജാസ്മിൻ? തമാശയ്ക്കാണോ പറഞ്ഞത്, അതോ നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയില്ല, എന്താണ് സംഭവം? അപ്പോൾ ജിൻഡോ പോയി സംസാരിച്ചു അൻസിബയുടെ അടുത്ത്, പേടിയാണെന്ന് ജാസ്മിന്. എന്തോ എനിക്ക് സത്യം പറഞ്ഞ എപ്പിസോഡ് ഉണ്ടപ്പോൾ ചട്ടപ്പട്ടെ എന്ന് പറഞ്ഞ കണക്കാണ് അങ്ങ് പോകുന്നത്. എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പിടിയിട്ടില്ല. അവർ പറഞ്ഞ ഡയലോഗ് ഞാൻ അതുപോലെ എഴുതിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ, എനിക്ക് ആരെയും പേടിയൊന്നുമില്ല ലാലേട്ടാ, ഞാൻ പറഞ്ഞത് ആ സംഭവം അല്ല. അപ്പോൾ ജിൻഡോ, ജാസ്മിൻ പറഞ്ഞിരുന്നു അൻസിബയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല, അൻസിബ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ, 75 ദിവസമായി, ഇനി നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്, നിങ്ങൾ സൗഹൃദം കാണിക്കേണ്ട സമയമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ, ലാലേട്ടൻ ഞാൻ പറഞ്ഞതല്ല അൻസിബയുടെ അടുത്ത് ഈ ജിൻഡോ കാക്ക എത്തിച്ചിരിക്കുന്നത്, ഉൾട്ടയാക്കിയാണ് എത്തിച്ചത്. അപ്പോൾ അൻസിബ, ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് ഫയർ ആവാൻ പറയും, ജിൻഡപ്പൻ ട്രൈ ചെയ്യുന്നുണ്ട് ഒത്തിരി. അപ്പോൾ ജാസ്മിൻ, ഞാനിവിടെ കത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ഈ ജിൻഡോ കാക്ക എങ്ങനെ ചെയ്യുന്നത്, എൻ്റെ നല്ലതിനല്ല, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇയാൾക്ക് തിരിച്ചു പറയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിജോ, എന്താ സംഭവം? അപ്പോൾ സിജോ പറയണം, ഇത് കുത്തിത്തിരിപ്പാണ്, വേറെ ഒന്നല്ല, ചുമ്മാതിരിക്കുമ്പോൾ ഇങ്ങനെ കടുക്കുമണികളൊക്കെ ഇങ്ങനെ കുത്തിത്തിരിച്ച് വിടും. അപ്പോൾ ജിൻഡോ, ലാലേട്ട 2 ആഴ്ചയായിട്ട് ജാസ്മിൻ സൈലൻ്റ് ആയിരുന്നു, ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ജാസ്മിൻ, അത് അൻസിബ ഇവിടുത്തെ ജിൻഡോ, അൻസിബ ഇവിടുത്തെ പൊതു പ്രശ്നങ്ങളിൽ ജാസ്മിൻ, അൻസിബ ഇവിടുത്തെ പൊതു പ്രശ്നങ്ങളിൽ സംസാരിക്കത്തില്ല, എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചെവി പൊത്തിപ്പോവും. എനിക്കിവിടെ ആരെയും പേടിയില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, കാര്യമുണ്ട്. അൻസിബ പക്ഷെ ഒന്നും പറയുന്നില്ല. ജിൻഡോ എത്രത്തോളം ഇതിനെ പോയി അൻസിബയുടെ അടുത്ത് മൂപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അതിനെ മൂപ്പിച്ചു, അതാണ് നടന്നത്. അപ്പം ജിൻഡോ അങ്ങനെയല്ല, അപ്പോൾ ലാലേട്ടൻ മുമ്പിൽ കിടന്നുകൊണ്ട് ജാസ്മിനും ജിൻഡോയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകരെന്താ പൊട്ടനാ, കാരണം ഒന്നും പിടിയിട്ടില്ലടേ. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. എനിക്ക് ഇവർ ആദ്യത്തെ പരസ്യത്തിന് മുന്നേ എന്തിനാണ് ഇവർ അടി ഉണ്ടാക്കുന്നതെന്ന്, ഏത് ടോപ്പിക്കാണ് ലാലേട്ടൻ പറയുന്നതെന്ന്, ഈ അൻസിബ ഫയർ ആവാൻ പറഞ്ഞതും ജിൻഡോ ഫയർ ആക്കാൻ പോയതും ജാസ്മിൻ അൻസിബ സംസാരിക്കുക, ഇതൊക്കെ എപ്പം നടന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല, എനിക്ക് ഓർമ്മയില്ല ഈ സാധനം.
അപ്പോൾ ജാസ്മിൻ ലാലേട്ട അങ്ങനെ അല്ല, അവിടെ പോയി ഞാൻ ഈ ജിൻഡോ കാക്കാരുടെ അടുത്ത് പറഞ്ഞത് അവിടെ പോയി എക്സ്ട്രാ ഇട്ടിട്ട് പിന്നീട് ഞാൻ ജാസ്മിനെ പോയി ഫയർ ആക്കി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് അവിടെ കൊണ്ട് തീരുന്നു. സമാധാനം, ഒന്നും അന്തോ ഇല്ല കുന്തോ ഇല്ല, അവിടെ തീരുന്നു ഈ സാധനം. അതിനുശേഷമാണ് ലാലേട്ടൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് ഇവിടെ വരെ എത്തിയത് ആരാണ്, ലക്ക് കൊണ്ട് മാത്രം ഇവിടെ എത്തിയത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാസ്മിൻ ലക്ക് കൊണ്ട് ഇവിടെ എത്തിയത് അൻസിബയാണ്. കാരണം ഒന്നും ചെയ്യുന്നില്ല, പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല, ഒരു കാര്യത്തിലും അഭിപ്രായം പറയുന്നില്ല. ഹാർഡ് വർക്ക് കൊണ്ട് എത്തിയത് അർജുനാണ്. ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. 24/7 ഗെയിമർ അല്ല എന്നുണ്ടെങ്കിലും അവനൊരു ഹ്യൂമൻ ബീങ് ആയി നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ സിജോയ്ക്ക് പുതിയ പേര് വീണു എല്ലാവരും കൂടെ, 24/7 ഗെയിമർ. അപ്പോൾ അഭിഷേക് ഇവിടെ ലക്ക് കൊണ്ടെത്തുന്നത് നോറയാണ്. കാരണം നോറ ഗെയിമൊക്കെ ഉണ്ട് നോറയ്ക്ക്. പക്ഷേ ഇവിടെ രണ്ടുപേര് എന്താ പറയുക എവിക്റ്റായി പോയതിനെ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നോറ എന്താ പറയുക ഇവിടെ 2 ആഴ്ച എവിക്ഷൻ ഫ്രീ ആയിട്ടൊക്കെ നിന്നു എന്നൊക്കെ പറയാണ്. പിന്നെ ഹാർഡ് വർക്ക് കൊണ്ട് എത്തിയത് ജിൻഡോ ചേട്ടനാണ്. ഇവിടെ ഫുൾ പ്ലാനിങ് ആണ്. ഓരോ ആഴ്ചയും ഓരോ വ്യക്തിത്വം ആണെങ്കിലും പുള്ളിക്കാരൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സിജോ. ലക്ക് കൊണ്ടെത്തിയത് അൻസിബയാണ്. കാരണം ആക്റ്റീവ് അല്ല ഇവിടെ. പിന്നെ കഴിഞ്ഞ വീക്കിലാണെന്ന് വാ തുറന്ന് തുടങ്ങിയത്. അതിന് വേറെ ഒരു കാര്യം അൻസിബ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അൻസിബ കാണിക്കും. പിന്നെ ഹാർഡ് വർക്ക് കൊണ്ടെത്തിയത് ജിൻഡോയാണ്. കംപ്ലീറ്റഡ്ലി അല്ല. പിന്നെ തുടക്കത്തിൽ വന്നപ്പോൾ എല്ലാവരും മണ്ടനാണെന്ന് പറഞ്ഞു. ആ മണ്ടനിൽ നിന്നും ഇന്ന് 77ാമത്തെ ദിവസം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ജിൻഡോ മണ്ടത്തരം കാണിച്ചോ പൊട്ടത്തരം കാണിച്ചോ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്നുണ്ടോ, ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ, ഡിസർവിങ് ആണ്. അപ്പം ഋഷി ഇവിടെ ലക്കായിട്ട് നിൽക്കുന്ന നോറയാണ്. കാരണം ടാസ്കിൽ വലിയ പെർഫോമൻസ് ഒന്നും നോറയ്ക്കില്ല. പിന്നെ പ്രസംഗം ഇവിടെ ഭയങ്കര കൺഫ്യൂഷനാണ് നോറയ്ക്ക്. പിന്നെ ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ എത്തിയത് അൻസിബ. എൻ്റെ ചങ്ക ആണല്ലോ. അപ്പം പിന്നെ ഞാൻ പേര് പറയുമല്ലോ. കിച്ചണിൽ ഫുഡൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഹാർഡ് വർക്ക്. കിച്ചണിൽ ഫുഡ് സൂപ്പറായിട്ട് ഉണ്ടാക്കും. 12 ഫാമിലി വന്നപ്പോഴും അവൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. അവൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ സിജോ പറയും പോലെ ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. സിജോ അല്ലല്ല. ഇവിടെ പോകാൻ പറയുമ്പോൾ സിജോയുടെ വീടാണോ ഇതല്ലല്ല. എൻ്റെ അൻസിയെ പറഞ്ഞ അൻസി അമ്മാവെ പറ്റിയതാവത് പറഞ്ഞാൽ എന്ന് പറയുകയാണ് ആര്, ഋഷി. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഋഷി എന്താണ് ഈ പറയുന്നത്. നിങ്ങളെനിക്ക് പറയും, ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്യും എനിക്ക് ഋഷിയുടെ അടുത്ത് ദേഷ്യമാണെന്ന്. ഇത് കേട്ടിട്ട് ഞാൻ എന്താടേ പറയണ്ടേ? അൻസിബയ്ക്ക് വീട്ടിൽ നിൽക്കാതെ ഹാർഡ് വർക്ക്, എന്ത് ഹാർഡ് വർക്ക് ചെയ്താണ് അൻസിബ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞതാണ് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി, ഫാമിലിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, പ്രൊഫഷണലായിട്ട് ഫുഡ് ഉണ്ടാക്കി. ഇത് സിജോയുടെ വീടല്ല, അതുകൊണ്ട് അൻസിബ നിൽക്കും. ഇതാണ് എനിക്ക് ഋഷിയുടെ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. ഋഷി പ്യുവർ സോളാണ്. ഋഷി ഭയങ്കര പഞ്ചപാവമാണ്. ഓക്കെ, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഋഷി പഞ്ചപാവമാണ്. ഋഷി റിയലാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഋഷി ഫേക്ക് അല്ല, ഋഷി റിയലാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് റിയാലിറ്റി കാണിക്കാനുള്ള ഗെയിം ആണെങ്കിലും ഇത് ഗെയിമാണ്, റിയാലിറ്റി ഷോ അല്ല, റിയാലിറ്റി ഗെയിം ഷോയാണ്. ഗെയിം കളിക്കണം. അപ്പോൾ അടുത്ത അൻസിബ. അതിവിടെ ലക്കായിട്ട് നിൽക്കുന്ന നോറയാണ്. 2 ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിരുന്നു. അടുത്ത ആഴ്ച നോമിനേഷൻ വന്ന് രക്ഷപ്പെട്ടാൽ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറയാം. പിന്നെ ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ട് എത്തിയത് ജിൻഡോ ചേട്ടനാണ്, ജിൻഡപ്പനാണ്. ഡേ 1 to 77 പലതും പയറ്റി നോക്കി, ഫയറാക്കാൻ നോക്കി. ജിൻഡോയ്ക്ക് കണ്ടന്റ് ക്ഷാമം ഇല്ല. ടോപ്പ് 5 എന്തായാലും ജിൻഡോ എത്തും. നോറ. ജിൻഡോയാണ് ലക്ക് കൊണ്ട് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്സ് ഇല്ലാതെ എന്ത് നാറിയ കളിയും കളിക്കുന്ന ജിൻഡോയാണ്. പിന്നെ ഇവിടെ ഹാർഡ് വർക്കിൽ എത്തിയത് അർജുനാണ്. ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് ജിൻഡോ. നോറയാണ് ഇവിടെ ലക്ക് കൊണ്ടെത്തിയത്. നോറ പറയുന്ന കാര്യമേ നമുക്ക് എന്താണെന്ന് മനസ്സിലാവൂല. ക്യാമറയുടെ മുമ്പിൽ പോയതിനുള്ള സംസാരം ഭയങ്കര ഫേക്കാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ടെത്തിയത് അൻസിബയാണ്. വലിയ പ്രശ്നമില്ലാത്ത രീതിക്ക് അൻസിബ കളിക്കുന്നുണ്ട്. ഗെയിം മനസ്സിലായിട്ടില്ല അൻസിബയ്ക്ക് ആദ്യം. എനിക്കും അങ്ങനെ ആയിരുന്നു. പിന്നീട് മനസ്സിലാക്കി വന്നപ്പോൾ ബുദ്ധിയുള്ള ആളാണ് അൻസിബ. ജയിക്കാൻ വരെ ചാൻസുള്ള ആളാണ് അൻസിബ. അടുത്ത് അർജുൻ അൻസിബയുടെ പേരാണ് പറയുന്നത്. ലക്ക് അൻസിബയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നോമിനേഷൻ ഫ്രീ ആയിട്ട് അൻസിബ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. നോമിനേഷൻ ഫ്രീ ആയിട്ട് 9 നോമിനേഷൻ അൻസിബ ഫ്രീ ആയി നോക്കാം നമുക്ക്. അപ്പം അതുകൊണ്ട് എനിക്ക് ലക്കാണെന്നാണ് തോന്നുന്നത്. പിന്നെ സിജോ ഇവിടെ ഒരു പണിയും ചെയ്യാനല്ല, അൻസിബയെക്കുറിച്ച് ഒരു പണിയും ചെയ്യാതിട്ട് 9 നോമിനേഷൻ ഫ്രീ ആയി. അപ്പോൾ അടുത്ത് സിജോ ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം അല്ല ഞാൻ പറഞ്ഞത് ഫുള്ള് തെറ്റിപ്പോയി. അതായത് അർജുൻ പറയുന്നത് നോറയാണ് ഇവിടുത്തെ ലക്ക് നിൽക്കുന്ന പേഴ്സൺ. കാരണം നോറ കാണിക്കുന്നതിൽ ഒരു ഇമ്പാക്റ്റ് ഇല്ല. നോറ എന്ത് ചെയ്യുന്നു, ഇവിടെ വാ തുറന്ന് അലയ്ക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ. അത് മാത്രമല്ല, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവൾ വാ തുറക്കുന്നത്, വേറെ ഒന്നിനും തുറക്കത്തില്ല. പിന്നെ അതുകൊണ്ട് നോറയാണ് ലക്കിൽ നിൽക്കുന്നത്. പിന്നെ ജിൻഡോയാണ് ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ പെർഫോമൻസ് ആയാലും സ്കിറ്റ്, ഡാൻസ് ഒക്കെ ബെസ്റ്റ് കൊടുക്കാൻ ജിൻഡോ നോക്കും.
അടുത്ത നന്ദനയാണ് പറയുന്നത് അൻസിബ ഇവിടെ ലക്കിൽ നിൽക്കുന്നയാൾ 9 നോമിനേഷനിൽ വന്നിട്ട് അൻസിബ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അൻസിബയുടെ ലക്കിൽ എങ്ങനെയോ പോവാതുകൊണ്ട് നിൽക്കുന്നതാണ് ഒന്നും ചെയ്യാതെ. പിന്നെ സിജോയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കാരണം സിജോയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടും വയ്യാഞ്ഞിട്ടും ഇവിടെ ഒന്ന് ഗെയിം കളിച്ച് സംസാരിക്കാനും ഇപ്പോൾ ക്യാപ്റ്റൻ ആയവനൊക്കെ നോക്കി ക്യാപ്റ്റനായി. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. ഹാർഡ് വർക്കിംഗ് സിജോയാണ്. അപ്പോൾ അടുത്ത ശ്രീതു ലക്കിൽ നിൽക്കുന്നത് അൻസിബയാണ്. കാരണം വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും പ്രേക്ഷകരിവിടെ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ അത് ലക്കാണ്. പിന്നെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അർജുനാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തുടക്കം வந்து ரொம்ப கம்மியாக தான் இருந்தது. ஆனால் போக போக வந்து நல்ல சூப்பராக வந்து பெஸ்ட் கொடுத்துட்டே இருக்கீங்க. ஸோ அர்ஜுன் தான் இங்கே வந்து ரொம்ப ஹார்ட் ஒர்க்காக பண்ணிக்கிட்டே இருக்கு. ஆனால் அன்சிபா வந்து எனக்கு வந்து இந்த லக்கு மாதிரி தான் എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത് സായി ജാസ്മിനാണ് ഇവിടെ ലക്കായിട്ട് നിൽക്കുന്നത്. ജാസ്മിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് ടാസ്കും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ലക്കിൽ നിൽക്കുന്നത് അൻസിബയാണ്. കാരണം എനിക്ക് അൻസിബയുടെ കാര്യത്തിൽ ക്യൂരിയസ് ആണ്. 8 നോമിനേഷനിൽ വന്നിട്ട് എന്തുകൊണ്ട് അൻസിബ പോകുന്നില്ല? അപ്പോൾ എന്തോ ഒരു പെർസ്പെക്റ്റീവ് പ്രേക്ഷകർ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് അവരുടെ വ്യൂ. സായി പറഞ്ഞത് ശരിക്കും ശരിയാണ്. അൻസിബയിൽ ഒരു ഗെയിമറിനെ അല്ലെങ്കിൽ അൻസിബയുടെ ഈ പറയുന്ന പോലെ ഉള്ളിലുള്ള ഒരു ഗെയിമിനെ എല്ലാവരും നല്ല രീതിയിൽ എനിക്ക് കണ്ടിരുന്നു. ഈവൻ ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞത് അൻസിബ കളിക്കുന്ന നെഗറ്റീവ് ഗെയിമാണ്. അൻസിബ അവിടെ കട്ടിലിരിക്കുന്നു, ഭരിക്കുന്നു, രണ്ടുപേരെ അടിമയാക്കി വെക്കുന്ന പോലെയൊക്കെ. ഓക്കെ, അതെല്ലാം നെഗറ്റീവ് ഗെയിമാണ്. പക്ഷെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടേ. ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് അൻസിബ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് നെഗറ്റിവിറ്റിയിലോട്ട് പോകുമ്പം അത് ഓവർ നെഗറ്റിവിറ്റി ആകുമ്പോൾ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു പരിധി വരെ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു ഫാക്റ്റാണ്. ഞാൻ അൻസിബയെ കുറ്റം പറയുന്നതല്ല, ഞാനൊരു റിവ്യൂവറാണ്. അപ്പോൾ എനിക്ക് കാണുന്ന കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അൻസിബ അവിടെ കാണിച്ചൊരു ബുള്ളി ഗെയിമൊക്കെ ഇടയ്ക്ക് വെച്ച് കളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു ബുള്ളിയിൽ നിന്ന് മാറി. പക്ഷെ വീണ്ടും ബുള്ളിയിലോട്ട് പോയി. പക്ഷെ എന്നാലും ഒരു ലെവൽ ഒരു പരിധി പിടിച്ച് നേരെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ എന്താ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഗെയിം കളിച്ചിട്ട് ഇനി പറ്റത്തില്ല. ഇനി അതിനുശേഷമാണ് ടിക്കറ്റ് ടു ഫിനാലെ കർട്ടൻ റൈസർ വരുന്നത്. ഒരാഴ്ച എവിക്ഷനിൽ നിന്നും സേവ് ആവാൻ പറ്റും. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫിനാലെ വീക്കിലേക്ക് എത്തുമെന്ന് ലാലേട്ടൻ പറയുന്നു. ഋഷി ഒഴികെ ബാക്കി എല്ലാവർക്കും 0 പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ ഒരാൾക്ക് കൂടി ഒരു ബോണസ് പോയിന്റ് കിട്ടാനുള്ള ഒരു ടാസ്ക്കാണ്. അതാണ് കർട്ടൻ റൈസർ. ടാസ്ക് 1 അല്ല, കർട്ടൻ റൈസർ. ഒരാൾക്ക് കൂടി ഒരു പോയിന്റ് കിട്ടും, ഒരാൾക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര ടാസ്ക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം 11 പേര് ഇപ്പോൾ വീട്ടിലുണ്ട് അൻസിബ അടക്കം. അപ്പോൾ 11 പേരും ആദ്യം മത്സരിക്കണം. 11 പേർക്കും ഗാർഡൻ ഏരിയയിൽ ഒരു പെഡസ്റ്റൽസ് വെച്ചിട്ടുണ്ട്. ആ പെഡസ്റ്റലിൽ നട്ടും നമ്മുടെ ടൂത്ത് പിക്ക് പോലത്തെ ഒരു സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. കുറേ നട്ടുകൾ, ഏതാണ്ട് 10 നട്ടുകളോളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ടൂത്ത് പിക്ക് പോലത്തെ സാധനം വെച്ച് എന്ത് ചെയ്യണം, ഇങ്ങനെ നട്ട് ഒരു കൈ മാത്രം യൂസ് ചെയ്ത് ഈ നട്ട് ഇങ്ങനെ പൊക്കി എടുത്ത് ഇങ്ങനെ അടുക്കി ആ നട്ടിൻ്റെ മുകളിൽ അടുത്ത നട്ടെടുത്ത് അടുക്കി ആ മൊത്തം നട്ടും അടുക്കണം. ആ മൊത്തം നട്ടും അടുക്കി വെക്കുന്ന ആദ്യത്തെ 6 പേര് അവിടെ ഒരു അടിയിലൊരു വല പോലത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ആ വലയിൽ 2-3 കത്രികയും തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വലയുടെ അടിയിൽ കൂടി ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന 6 പേര് കയറി കത്രികകൾ എടുക്കണം. എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന 6 പേര് ഇതിനകത്ത് കയറി കത്രിക എടുക്കുമല്ലോ. കത്രിക എടുത്തിട്ട് അവിടെ നിന്ന് ആരാണോ ആദ്യം എടുക്കുന്നത് അവരിൽ നിന്നും 3 പേര് അവിടെ റിബൺ കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ റിബൺ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. എന്നിട്ട് അവരുടെ ഒറ്റ കൈ കൊണ്ട് ആ റിബൺ മുഴുവൻ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിന് ശേഷം 3 പേര് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന 3 പേര് എന്ത് ചെയ്യണം, അവിടെ ഒരു പെട്ടി ഉണ്ടാകും. ആ പെട്ടി തുറക്കണം. പെട്ടി തുറന്നിട്ട് ആ പെട്ടിക്കകത്ത് നിന്നും 3 പെട്ടി ഉണ്ടാകും. ആ 3 പെട്ടിയിൽ നിന്നും 3 പസിൽസ് കിട്ടും. പസിൽസ് ആണ് കിട്ടുന്നത്. ഈ പസിൽ എടുക്കണം. പിന്നെ 2 പെഡസ്റ്റൽസ് അവിടെ ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ പെട്ടി തുറന്ന് 3 പേര് പെട്ടി തുറക്കുന്നതിൽ നിന്നും ഏറ്റവും ആദ്യം തുറക്കുന്ന 2 പേര് എന്ത് ചെയ്യണം, വന്ന പസിൽസ് ഉണ്ട് അവിടെ, പസിൽസ് വന്ന് കംപ്ലീറ്റ് ചെയ്യണം. അവരിൽ നിന്നും ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ ജയിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യം 11 പേര്, പിന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന 6 പേര്, അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന 3 പേര്, അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന 2 പേര്, അങ്ങനെയാണോ അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അത് എനിക്ക് എന്തായാലും ഭയങ്കര ഒരു ഗെയിം സ്പിരിറ്റ് തോന്നി. അവിടെ പറയാതിരിക്കാൻ വയ്യ, ജാസ്മിൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫൗള് കാണിച്ചു. ഫസ്റ്റ് നല്ല പകുതിയോളം ഫൗൾ തന്നെയാണ് കാണിച്ചത്. 2 കൈ വെച്ചിട്ട് തന്നെയാണ് അത് അടുക്കിക്കൊണ്ടിരുന്നത്. അതൊന്നും ഈ ബിഗ് ബോസ് വാൺ ചെയ്യുന്നതും ലാലേട്ടൻ വാൺ ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അർജുൻ ആദ്യം നട്ടെല്ലാം അടുക്കി വെക്കുന്നു. എന്നിട്ട് അർജുനാണ് ആദ്യം വലയുടെ അടി കൂടെ കയറി വന്ന് മറ്റേ കെട്ടടിക്കാൻ തുടങ്ങുന്നത്. തൊട്ട് പിന്നാലെ ജാസ്മിൻ വരുന്നു. ജാസ്മിൻ കെട്ടടിക്കുന്നു, പെട്ടി തുറക്കുന്നു, പെട്ടിക്കകത്തുനിന്ന് പസിലെടുക്കുന്നു. പസിലെടുത്തുകൊണ്ട് നേരെ അവസാനം ജാസ്മിനും അർജുനും മാത്രം വരുന്നു. ജാസ്മിൻ പട്ട അവിടെ ജാസ്മിൻ ഒരു ക്വിക്കായിട്ടൊരു സാധനം കാണിച്ചു. സൂപ്പറായിട്ട് ജാസ്മിൻ അവിടെ അടുക്കി പറക്കി അതെല്ലാം വെക്കുന്നു. അങ്ങനെ ജാസ്മിൻ അതിനകത്ത് വിൻ ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഒരു അൺഫെയർ ഉണ്ട് അതിനകത്ത്. കാരണം ലാലേട്ടൻ അത് അത് ഒന്നുകിൽ ജാസ്മിനെ എന്താണ് അത് ഒന്നേന്ന് അടുക്കാൻ പറയണമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞില്ല, മനസ്സിലായില്ലേ, അത് പറഞ്ഞില്ല. പിന്നാലെ ഒരുപാട് നോറ ഉണ്ടായിരുന്നു, ശ്രീതു ഉണ്ടായിരുന്നു പിറകെ, അൻസിബ ഉണ്ടായിരുന്നു പിറകെ, അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാസ്മിനാണ് ടിക്കറ്റ് ഫിനാലിൽ ജയിക്കുന്നത്. സെക്കൻഡ് അർജുനാവുന്നു. പക്ഷേ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. ജാസ്മിന്
1 പോയിന്റ്. അപ്പോൾ ബോണസ് പോയിന്റ് 1 കാരണം ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 1 പോയിന്റാണ് ജാസ്മിന്. 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഡിസൈൻ ചെയ്ത സ്പെഷ്യൽ ടാസ്ക്കാണിത്. അപ്പോൾ ജാസ്മിന് 1 പോയിന്റ്, പിന്നെ ഋഷിക്ക് 1 പോയിന്റ്. ആ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ മുഖത്ത് നോക്കാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കർട്ടൻ ഉണ്ടാവും. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് അപ്പുറവും ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കണം എന്ന് ചോദ്യകർത്താവിന് തോന്നുന്ന ആളെ അപ്പുറത്ത് ഇരുത്താം. ചോദ്യം ചോദിക്കാൻ മാത്രമേ റൈറ്റ്സ് ഉള്ളൂ. അവർക്ക് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഉത്തരം മാത്രമേ കൊടുക്കാവൂ. മനസ്സിലായില്ലേ? അതായത് എനിക്ക് വേണമെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ ചോദ്യം ചോദിക്കാൻ കൊണ്ടുപോകാം. എന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്ക് ഉത്തരം മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, മറുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആദ്യം നോറ പറയുന്നു എനിക്ക് പോകണം, എനിക്ക് ചോദിക്കേണ്ടത് ജാസ്മിനോടാണ്. രണ്ടുപേരും കർട്ടൻ്റെ അപ്പുറം ഇരിക്കുന്നു. ജാസ്മിന് ഉത്തരം കൊടുക്കാനേ പറ്റത്തുള്ളൂ, തിരിച്ച് മറു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം നോറ, ഞാൻ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ഇവിടെ വന്നതാണ്. എൻ്റെ മൈൻഡിൽ നിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. പക്ഷേ തുടക്കത്തിൽ വന്ന് ഞാൻ നിൻ്റെ അടുത്ത് കൂട്ടായിട്ട് പിന്നീട് നീ പലപ്പോഴും എനിക്ക് പേഴ്സണൽ ഗഡ്ജാണെന്ന് പറഞ്ഞു. വേറെ ആരും എനിക്ക് പേഴ്സണൽ ഗഡ്ജ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പേഴ്സണൽ ഗഡ്ജാണെന്ന്? എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ജാസ്മിൻ, നിന്നോടല്ല എനിക്ക് ഗ്രഡ്ജ്, അല്ല നിന്നോട് എനിക്ക് വന്നിട്ട് തുടക്കത്തിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആരോടും എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. നിൻ്റെ അടുത്ത് എനിക്ക് ഫസ്റ്റ് വന്ന് കണക്റ്റായി. പിന്നീട് ഒരു ടാസ്കിൻ്റെ പേരിൽ നീ ഇമോഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നീ ഒരുപാട് നാൾ അത് വെച്ച് കളിച്ചു. വീണ്ടും നീ അത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് യൂസ് ചെയ്തു. ജയിലിൽ കിടന്ന സമയത്ത് നീ എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പോൾ ഉൾട്ടയാണ് നോറ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി പോയിട്ട് പോലും ഫണ്ണായിട്ട് പറഞ്ഞതുപോലെ ജാസ്മിൻ്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു ഞാൻ വരില്ല അവളുടെ കല്യാണത്തിനെന്ന് പറഞ്ഞു. അപ്പം നോറ ജയിലിൻ്റെ സമയത്ത് വീണ്ടും അവിടെ കിടന്ന സമയത്ത് നീ വീണ്ടും എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബസറടിക്കുന്നു, സമയം കഴിയുന്നു, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. അവർ പോകുന്നു. അടുത്ത് ലാലേട്ടൻ, സിജോയ്ക്ക് പോകണം. അത് ലാലേട്ടൻ എനിക്ക് അഭിഷേകിനോടാ സംസാരിക്കുകയോ? അഭിഷേകിനോട് സംസാരിക്കുന്നത് എന്താ കുഴപ്പം? അപ്പം ലാലേട്ടൻ അങ്ങോട്ട് എടുത്ത് പറഞ്ഞപ്പോൾ എനിക്കതെന്തോ മനഃപൂർവ്വം എടുത്ത് എന്താ ലാലേട്ടൻ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. സിജോയ്ക്ക് സെലക്ട് ചെയ്യാമായിരുന്നല്ലോ. നോറ ഓൾറെഡി ജാസ്മിനെ സെലക്ട് ചെയ്ത പോലെ സിജോയ്ക്ക് സെലക്ട് ചെയ്യാനൊരു അവസരം കൊടുക്കാമായിരുന്നു. സിജോ നേരെ പോയിട്ട് ചോദിക്കുന്ന ഒരു മെയിൻ സാധനമാണ്, നിന്റെ ഇടപെടൽ ഈ വീട്ടിൽ കുറവാണ് അഭിഷേക്. നോറയോട് നീ പോയി ഒരു പരാതി പറഞ്ഞിരുന്നു. ജയിലിൽ കിടന്ന സമയത്ത് നോറയുടെ എനിക്കുള്ള ദേഷ്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും എന്നെക്കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് നീ നേരെ നോറയുടെ പോയി പറഞ്ഞു സിജോ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നീ അവന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന്. അപ്പോൾ എനിക്കത് പേഴ്സണലായിട്ട് ഹേർട്ടായി. നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. നിനക്ക് എൻ്റെ അടുത്ത് പറയാൻ വരുന്നു സിജോ ആ വിഷയം സംസാരിക്കേണ്ട എന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷേ നീ എൻ്റെ കൂടെ നിന്നിട്ട് അവസാനം നീ നോറ എടുത്ത് പോയി അത് തിരിച്ച് പറഞ്ഞത് ശരിയാണ്. ആ സാധനം ശരിയാണ്, നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ അഭിഷേക് പറയാണ് അത് അഭിഷേക് ഉൾട്ടയാക്കാണ്. നീ വന്ന ഇടയെ മുതൽ നീ നോറയുടെയും ജിൻഡോയുടെയും പിറകിലാണ്. അപ്പം നേരെ അത് എൻ്റെ ഗെയിമാണ്. അപ്പം നീ നിൻ്റെ ഗെയിമൊക്കെ കാണിച്ചത് കൊള്ളാം, പക്ഷേ എനിക്കത് ഭയങ്കര പേഴ്സണലി ഹർട്ടായി. കാരണം നിനക്കത് എൻ്റെ അടുത്ത് പറയായിരുന്നു. പക്ഷെ നീ നേരെ എൻ്റെ വാക്കുകൾ മൊത്തം കേട്ടിട്ട് അതെല്ലാം ശരിയാണെന്ന് ശരി വെച്ചിട്ട് നോറയുടെ അടുത്ത് പോയി നീ തിരിച്ച് പറഞ്ഞു കൊടുത്തു. അതെനിക്ക് നല്ല പോലെ ഫീലായി. ഓക്കെ, അതെൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നു. ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ അഭിഷേക്, അപ്പം നീ ഓരോരോ ഗെയിമുകളിൽ നീ ലൂപ്പ് ഹോളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അതുപോലെ ഗെയിമുണ്ട്. ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ സോപ്പ് ടാസ്കിൽ എന്ത് കള്ളത്തരമാണ് കാണിച്ചത്? പിന്നെ എന്താണ് ചെയ്യണം? നിന്നെ വ്യക്തിഹത്യയായിട്ട് ഞാൻ എന്തെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ലല്ലോ. വ്യക്തിപരമായിട്ട് ഞാൻ നിന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. അത് ടാസ്ക്കാണ്, അത് ടീം കളിയാണ്. അപ്പോൾ സിജോ, ഞാൻ നിന്നെ വ്യക്തിപരമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ എനിക്ക് സിജോയുടെ ഭാഗത്താണ് ഒരു ന്യായമായിട്ട് തോന്നുന്നത്. കാരണം അഭിഷേക് കൂടെ നിന്നിട്ട് പോയി തേച്ചു. പിന്നെ ഈ സോപ്പിൻ്റെ കേസെടുത്ത് പറഞ്ഞ അഭിഷേക് എന്താ ജെനുവിനായിട്ടാണോ ചെയ്തത്? അവർ സിപ്പിൽ ഉരച്ചല്ലേ ചെയ്തത്? സിജോ അവിടെ ചെയ്തതും കള്ളത്തരം തന്നെയാണ്, അഭിഷേക് ചെയ്തതും കള്ളത്തരം തന്നെയാണ്. രണ്ടുപേരും കള്ളത്തരം തന്നെയാണ് ചെയ്തത്. പിന്നീട് അടുത്ത ജാസ്മിനും ശ്രീതും കൂടെയാണ് പോകുന്നത്. ജാസ്മിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജാസ്മിൻ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ രണ്ടുപേരും മിണ്ടിയിട്ട് പിന്നെ നമ്മുടെ കണക്ഷൻ എവിടെ വെച്ചാണ് വിട്ടു പോയതെന്നെല്ലാം ശ്രീതുവിൻ്റെ ചോദിക്കുന്നു. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാതെ തുടക്കത്തിൽ അപ്പടി ആഴ്ചയാണ് പിന്നീട് എനിക്ക് എന്താ മാതിരി ഒന്ന് ആകൽ. അവരങ്ങനെ വെറുതെ ടോക്കാണ്, ആവശ്യമില്ലാത്ത കുറച്ച് സംസാരമാണ്, അതും കളയുന്നു. സിജോയും നോറയും കൂടെ അടുത്ത് പോവുകയാണ്. നോറയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിജോയോട്. പക്ഷേ സിജോയ്ക്ക് സംസാരിക്കാൻ അവിടെ ഇടം കൊടുക്കുന്നില്ല. നോറ, ഫസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള ഒരു ക്യാപ്റ്റൻസി, നിങ്ങളുടെ ഫ്രണ്ടും കൂടെ റോക്കിയാണ്, ഫ്രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയുടെ ഇഷ്യൂ വന്ന് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വന്നു. അയാൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. പിന്നെ ഒരു തക്കാളി കേസ് തന്നെ എടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് പണ്ടാത്ത കഥ പഴംപുരാണം മൊത്തം ഇടക്കാണ്. ബിഗ് ബോസ് പറയുന്നു സിജോയ്ക്ക് മറുപടി പറയാനൊരു അവസരം കൊടുക്കുമോ? നോറ കേൾക്കുന്നില്ല. നോറ തന്നെ കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം ബസറടിച്ച് തിരിച്ചു വരികയാണ്. ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. സിജോ എന്തെങ്കിലും അവിടെ പറഞ്ഞു. പക്ഷേ നോറ ചോദിച്ച ചോദ്യമൊക്കെ വാല്യുബിൾ ആയിരുന്നു. പക്ഷേ സിജോ എന്തായാലും മറുപടി പറഞ്ഞെങ്കിൽ നോറയ്ക്ക് ജയിക്കായിരുന്നു. നോറയായിട്ട് തന്നെ സ്വന്തം കുഴി തോണ്ടിയിട്ടു. തിരിച്ച് വന്നപ്പോൾ ജിൻഡോയ്ക്ക് ആയിരുന്നാലും ചോദിക്കുന്നത് അയ്യോ എനിക്കൊന്നും ചോദിക്കണ്ടേ, നോറ കണ്ടല്ലോ. ഇതാണ് നോറയുടെ കുഴപ്പം. ഇതാണ് ഞാൻ പറഞ്ഞത്, നോറ പറയുന്ന ആർക്കും എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതാണ് കാര്യം. അതിനുശേഷം എവിക്ഷനാണ്. അർജുൻ, ശ്രീതു, ഋഷി, അൻസിബ. ഋഷി പറയണം മാക്സിമം നമ്മളിവിടെ കൊടുക്കാനുള്ള എഫേർട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. അൻസിബ, ജനങ്ങൾ പറയും പോലെ
എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ കളിക്കുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ അപ്പുറം കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. സ്റ്റോർ റൂമിൽ നിന്നും ഒരു സംഭവം എടുത്തുകൊണ്ട് വരാൻ ശ്രീധുവിൻ്റെ പറയുന്നു. എടുത്തുകൊണ്ടൊന്ന് തുറന്ന് നോക്കുമ്പം അർജുൻ സേവ്ഡ് ആണ്. ലാലേട്ടൻ്റെ കയ്യിൽ ഒരു കാർഡ് ഇരിക്കുന്നു, കാണിക്കുന്നു ശ്രീധു സേവ്ഡ് ആണ്. ഋഷി അൻസിബ മാത്രം ബാക്കിയാവാണ്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എൻ്റെ അടുത്ത് വരും, അപ്പം നിങ്ങൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാണെന്ന് പറയുന്നു. ഋഷി പറയുകയാണ് ഇവിടെ എത്തിയത് തന്നെ വലിയ ഒരാളാണ്, എൻ്റെ മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് അൻസിബ, ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ്, എന്താ പറയുക, സിസ്റ്റർ ഫ്രം അനദർ മദറാണ്. അപ്പോൾ അൻസിബ പറയണം 9 തവണ ഞാൻ നോമിനേഷനിൽ വന്നു, ഞാനിവിടെ ഗെയിമറായിട്ട് നിന്നിട്ടില്ല, ഞാനായിട്ടാണ് നിന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേക സ്നേഹമാണ്, നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. സൂപ്പർ വീഡിയോ. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത്ര അതിമനോഹരമായിരുന്നു അവരുടെ അൻസിബയ്ക്ക് ഋഷിയോടുള്ള സ്നേഹമായാലും ഋഷിക്ക് അൻസിബയോടുള്ള സ്നേഹമായാലും. ഒരു നാളെന്നൊരു നാൾ നാം കൂട്ടിയില്ലേ, ആ പാട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സൂപ്പറായിരുന്നു. അതിനുശേഷം അൻസിബയുടെ ഫോട്ടോ കാണിച്ചിട്ട് എവിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ശരിക്കും ഋഷി ഭയങ്കര ഇമോഷണൽ ആവുന്നു. അൻസിബ പറയണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിനക്കിവിടെ അഭിഷേക് കൊണ്ട് കൂടെ, നീ എല്ലാ കാര്യവും സൂപ്പർ. അഭിഷേക് ഭയങ്കര വിഷമം, കട്ടിലിൽ പോയിരുന്നിട്ടാണ് അവർ സോൾവ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര വിഷമമാണ്. നേരെ അവിടെ നിന്ന് കരഞ്ഞ് വിളിച്ച് ഋഷി ഭയങ്കര കരഞ്ഞ് വിളിക്കുന്നു, ഞാൻ പോട്ടറാണ്, സന്തോഷമായിട്ട് യാത്ര അയക്കുന്നൊക്കെ പറഞ്ഞ് എവിക്റ്റായി നേരെ സ്റ്റേജിൽ വരുന്നു, വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു, പോകുന്നു. അൻസിബ പോകുന്നു, വീട്ടുകാരുടെ അടുത്ത് ബബായി പറഞ്ഞ് ലാലേട്ടൻ അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നു, നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ഞാൻ വരുമ്പോഴത്തേക്ക് ഒരാൾ ജയിച്ചിവിടെ നിൽക്കും, ഒരാൾ അതും കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിനി അൻസിബയെക്കുറിച്ച് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ അൻസിബയ്ക്ക് തുടക്കം ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, കട്ടിലിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് ഉണ്ടായിരുന്നു. അൻസിബ ഋഷിയായിട്ടൊരു കോംബോയൊക്കെ ഉണ്ടാക്കി, അവർ തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പാണ്, കാര്യങ്ങളാണ്. പക്ഷേ അൻസിബ ഒത്തിരി കാര്യങ്ങൾ ഋഷിയെ ചൂണ്ടി മനസ്സിലാക്കി കൊടുത്തില്ല. ഋഷിയെ ഒത്തിരി മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ അൻസിബ അവിടെ ആ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഋഷി തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഋഷി അൻസിബയിൽ നിന്ന് അകന്നു പോകും, അത് വേറൊരു കാര്യം. പക്ഷേ അൻസിബയ്ക്ക് കുറെ കൂടെ മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ അവസാനം അൻസിബ പറഞ്ഞാൽ കത്തിക്കയറി വരുന്ന സമയത്തായിരുന്നു അൺഫെയർ എവിക്ഷൻ ആയി പോയത്. പറഞ്ഞിട്ട് കാര്യമല്ല, മലയാളം ബിഗ് ബോസ് അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ ഒത്തിരി അൻസിബ മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് അൻസിബയുടെ, ഒത്തിരി പോസിറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അൻസിബയൊക്കെ റിയൽ ആയിരുന്നു, മനസ്സിലായില്ലേ? റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടർ മാത്രമേ നമുക്ക് പെട്ടെന്ന് പിടിയിടത്തുള്ളൂ. ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് പിടിയിടത്തില്ല. അവിടെ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അവിടെ റിയൽ ആയിട്ട് വന്ന് ഗെയിം കളിക്കുന്ന, അതായത് അവർക്ക് ഫാൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന മൈൻഡ് കുറവായിരിക്കും. ഋഷി, അൻസിബ, പിന്നെ അഭിഷേക്, ഇവരൊക്കെ റിയൽ ആയിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ ഇമോഷൻസും നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ ദേഷ്യമായാലും വിഷമമായാലും, അവരുടെ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മളാകുമ്പോൾ കുറ്റം പറയും, നമ്മൾ അങ്ങോട്ട് കുറ്റം പറയും, ഇങ്ങോട്ട് ഓരോന്ന് കേൾക്കും, അങ്ങോട്ട് പറയും. അപ്പോൾ അതൊക്കെ റിയൽ ആയതുകൊണ്ടാണ് മനസ്സിലാവുക. ഒരിക്കലും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. സോ അൻസിബ റിയൽ ആയിരുന്നു, സൂപ്പറായിട്ട് കളിച്ചു. എല്ലാ ഇമോഷൻസും നമുക്കറിയാം. അൻസിബയുടെ കരച്ചില്, വിഷമം, സങ്കടം, ദേഷ്യം, അമർഷം എല്ലാം നമ്മൾ കണ്ടതാണ്. ഋഷിയുടെ നമ്മൾ കണ്ടതാണ്. സോ അൻസിബയുടെ എവിക്ഷൻ ലാസ്റ്റ് അൺഫെയർ ആയിപ്പോയി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മലയാളം ബിഗ് ബോസ് ആണ്. എനിക്ക് അൻസിബയെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നെഗറ്റീവ്സ് അൻസിബയ്ക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ അൻസിബ ഗുഡ് ലക്ക്, സൂപ്പർ ആവട്ടെ. ഗെയിമിൻ്റെ വ്യൂവിൽ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് തീർന്നു, എല്ലാം കഴിഞ്ഞു, ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പ്രൊമോ വരട്ടെ, പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.